ബേസിക് മണികണ്ഠൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. എനിക്ക് ബാലൻ ചേട്ടൻ്റെ ഡയലോഗ് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെക്കൊണ്ട് അത് പറയും. ഞാൻ മൈക്കെടുത്ത് മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ വേറെ ഒന്നും പറയണ്ട, വേദിയിലിരിക്കുന്ന അവരെ ഇവരെ മറ്റേ നമസ്കാരം ഒന്നും പറയണ്ട. തുടക്കം തന്നെ നിനക്ക് ഇരിക്കണമെന്ന് ചോദിച്ചാൽ മാത്രം മതി. വന്ന വഴി മറക്കരുത്, അല്ലെങ്കിൽ കൂടെ നിന്നവരെ മറക്കരുത്. അതൊക്കെ ഓക്കെ. ഈ നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് അധികം നോക്കണ്ട. ഇപ്പോൾ 8 കൊല്ലമായിട്ട് ഞാനിവിടെ ചെറുതും വലുതും പൊട്ടും പൊടിയൊക്കെ ആയിട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം അതിനകത്ത് ഞാനിനി കർണനാവണം, ഭീമനാവണം, അങ്ങനത്തെ എൻ്റെ ആഗ്രഹങ്ങളെ കുറിച്ചൊന്നുമല്ല. ഞാനിവിടെ സിനിമയിലുണ്ടാവണം. ഈ നടുവൊക്കെ ഒടിഞ്ഞ് ചില ഇടിയൊക്കെ ശരിക്കും കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒറിജിനൽ ഇടിക്കാരൻ അങ്ങോട്ട് പുറത്തേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് പറക്കലായിരുന്നു. അമ്മയ്ക്ക് ഒരു അംഗീകാരം എൻ്റെ പേരിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിന് ആ വേദിയിൽ അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അനുഭവിച്ചിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അതെനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷമാണ്. മറ്റേ പൊട്ടിയില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ സങ്കടം വരുമായിരുന്നു, കണ്ണൊക്കെ നിറയായിരുന്നു. പിന്നെ അത് പഠിച്ചു. അത് പൊട്ടി, അടുത്തത് ഹിറ്റാണ്, അത് കാണണോട്ടാ എന്ന് പറയും. അന്ന് മണിച്ചേട്ടൻ ഗസ്റ്റായിട്ട് അവിടെ വരുന്നു. സ്റ്റേജിൽ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ പൊതിയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുഞ്ഞിക്കൈയും കൊടുത്ത് ആ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ സംസാരിക്കാനോ വേറെ ഒന്നും സാധിച്ചിട്ടില്ല. ഞാൻ നടനായി ആവുന്ന സമയത്ത് അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു. മണിച്ചേട്ടൻ്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ശബ്ദമോ അല്ലെങ്കിൽ ആ ടാലൻറ്റോ ഒന്നും എനിക്കില്ല. പക്ഷേ പലരും മണിച്ചേട്ടന് കൊടുക്കുന്ന സ്നേഹം എനിക്ക് തരുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടാവുക, നിങ്ങൾ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ ലോങ് ലൈഫ്, എൻ്റെ മരണം വരെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ചില ആളുകൾ, ചില മുഖങ്ങൾ, ചില കഥാപാത്രങ്ങൾ ഒരു തവണയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മനസ്സിലങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചില ആളുകളുണ്ട്. ഇന്ന് അതേപോലെ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ സംസാരിക്കാൻ പോയിരിക്കുന്നത്. പറയാവുന്ന മറ്റാരുമല്ല, മണികണ്ഠൻ രാജ്. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ വിശേഷങ്ങൾ? നല്ല വിശേഷം, ഹാപ്പി ആയിട്ട് പോകുന്നു. ഏറ്റവും വലിയ വിശേഷം അഞ്ചക്കളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? പറയാൻ പറ്റില്ല, മേലെയാണ് ഒരുപാട്. 2016 മെയ് മാസം കമ്മട്ടിപ്പാടം റിലീസായപ്പോൾ ഉണ്ടായ അതേ ഒരു എനർജി, ഒരു സന്തോഷം, എക്സൈറ്റഡാണ്. ഇപ്പോൾ മണികണ്ഠൻ ചേട്ടൻ്റെ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കഥാപാത്രമായാലും ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ്. എപ്പോഴും ഒരു കഥാപാത്രത്തിലൂടെ സാമ്യം തോന്നാത്ത ലെവലിൽ എപ്പോഴും അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു കലാകാരനായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും എത്രത്തോളം എഫേർട്ട് ഇടുന്നു ഒരു കഥാപാത്രമായി മാറാനായിട്ട്? എത്രത്തോളം എഫേർട്ട് വേണ്ടി വരുന്നുണ്ട്? അല്ല, അത് ഈ അത്തരം ഒരു ട്രാവല് നമ്മൾ ഈ പറഞ്ഞ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് വേണ്ട ഈ ശരീരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ റിയൽ ക്യാരക്ടർ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം, അവരെ ഫോളോ ചെയ്തിട്ട് അവരുടെ മാനറിസങ്ങൾ പഠിക്കുക. അതൊക്കെ അതൊരു എഫർട്ടല്ല, മീൻസ് അതൊരു കഷ്ടത അല്ലെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടല്ല. നമുക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെപ്പോഴും കിട്ടിയെന്നും വരില്ല. എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പുതിയതായിട്ട് എൻ്റെ പുതിയ ഔട്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സംവിധായകർ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് കേൾക്കുകയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും എന്നെക്കാൾ കൂടുതൽ അറിവുള്ളവരോട് ചോദിച്ചത് കറക്റ്റ് ചെയ്ത് പോവാൻ ശ്രമിക്കാറുണ്ട്. ചേട്ടൻ ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും കൊണ്ട് അതൊരു ഡെപ്ത് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ അഞ്ചക്കളക്കൊക്കെ എന്ന സിനിമയിലെ ശങ്കരാഭരണം എന്ന കഥാപാത്രം, അതിന്റെ എൻട്രി തന്നെ പ്രേക്ഷകർ എന്താ കൈയടിച്ച് നല്ല ആ ഒരു മാസ് ഒരു വലിയൊരു ഹീറോയുടെ ഒരു എൻട്രി ഉണ്ടല്ലോ. പ്രേക്ഷകൻ ഇതാരാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ ഇതുണ്ടല്ലോ മേക്കിങ്. ഞാൻ തിയേറ്റർ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അത്രയും എന്താ പറയുക, ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മുന്നോട്ട് വന്നിട്ട് ആരാന്നറിയാനൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നി. അത്രയും ഉല്ലാസായിട്ട് അത്രയും ഡെപ്തായിട്ട് പറയുന്നുണ്ട് ഈ കഥാപാത്രം ഇങ്ങനെയാണ്, ഇതിന്റെ മൂവ്മെന്റ് ഒക്കെയാണ്. അല്ല, ഇത് ചെയ്യുന്ന സമയത്തുള്ള കേൾക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ 19ാം നൂറ്റാണ്ട് സിനിമ ചെമ്പഞ്ചേരനായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉല്ലാസിനെ പരിചയപ്പെടുത്തുന്നത്. അത് പാമ്പച്ചി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു. ഇത് എൻ്റെ അനിയൻ ഡയറക്റ്റ് ചെയ്താന്ന് പറഞ്ഞു. അത് കണ്ടു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം ആ മേക്കറിൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഉല്ലാസ് ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ നിന്നെ വിളിക്കും,
ഒന്ന് കേൾക്കെന്ന് പറഞ്ഞു. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഉല്ലാസ് വിളിച്ചു. ഞങ്ങൾ പനമ്പള്ളിയാറിലൊരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്തു. ഒരു കാപ്പി കുടിച്ച് തീരുന്ന സമയമേ എടുത്തുള്ളൂ ഈ കഥ എന്താണെന്ന് പറയാനും കഥാപാത്രം എന്താണെന്ന് പറയാനും എടുത്ത സമയം അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയോ അല്ലെങ്കിൽ ഇനി പറയാൻ സാധ്യതയുള്ള കഥയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ കഥയാണ്, ചെറിയൊരു ത്രെഡാണ്. പക്ഷേ ഇതിനെ എങ്ങനെ ഇദ്ദേഹം മേക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇത് വേറെ രീതിയിൽ ഇദ്ദേഹം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേര്, ഇത് കൊണ്ടുവയ്ക്കുന്ന ഒരു പ്ലേസ് ചെയ്യുന്നൊരു സ്ഥലം, കഥ പറയുന്ന സ്ഥലമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വ്യത്യസ്തമാണ്. ശങ്കരാഭരണം എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ശങ്കരൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ കേട്ടാണ് ഞാനിത് ചെയ്യാൻ തയ്യാറായത്. പിന്നെ കൂടുതൽ ഇന്നത് പഠിക്കണം, ഇത് ചെയ്യണം, അങ്ങനെ കുറേ നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ വന്നാൽ മതി, വന്നിട്ട് നമുക്കപ്പോൾ ചെയ്യാം. ഓരോ ഷോട്ടിന് മുമ്പ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. എന്തെങ്കിലും ചെയ്യുമ്പോൾ ചേട്ടാ അത് അത്ര വേണ്ട, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഈ സിനിമ എന്താണെന്ന് ഇദ്ദേഹം കണ്ടിട്ടുണ്ട്, ആ കണ്ട സിനിമ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. പുള്ളി നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് പിന്നെ ഇരുന്ന് കാണുകയല്ല. അദ്ദേഹം കണ്ട സിനിമ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ. അപ്പോൾ ഓരോ ചലനത്തിനും അദ്ദേഹത്തിന് അറിയാം ഈ ചലനം ഓക്വേർഡാണ്, അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ഇപ്പം ചിരിക്കണ്ട, അല്ലെങ്കിൽ ആ ചിരി അത്രയും വേണ്ട, ഈ സൈഡ് കൊണ്ടൊന്ന് പതുക്കെ ചിരിച്ചാൽ മതി. ഇങ്ങനെ അപ്പോൾ വന്ന് പറഞ്ഞു തരുന്ന ഒരു രീതിയായിരുന്നു കൃത്യമായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെയാണിത് വരാൻ പോണത് എന്നുള്ളത്. ശരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ പ്രേക്ഷകരെക്കാൾ കൂടുതൽ വണ്ടറായിട്ടുള്ളത് ഇതിലെ ആക്ടേഴ്സ് തന്നെയാണ്. കാരണം ഇതിൻ്റെ കട്ടുകൾ, എഡിറ്റിങ്, അപാര എഡിറ്റിങ്, മേക്കിംഗ് ഒരു രക്ഷയില്ല. അതേപോലെ ക്യാമറ, മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ മാജിക് മ്യൂസിക്. അതെ, പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാകുന്ന രാജശേഖർ എന്ന് പറയുന്ന തമിഴ് മാസ്റ്ററാണ് അത് ചെയ്തത്. ശരിക്കും ശരിക്കും അടി കിട്ടിയോ പോലീസ് സ്റ്റേഷനിൽ? പിന്നെ എല്ലാവർക്കും പരിക്കുണ്ടായിരുന്നു, അത്യാവശ്യം പരിക്കും കാര്യങ്ങളും. നടു എടുത്തിങ്ങനെ ഇടുന്ന പോലെ ഒരു സീനുണ്ട്. അപ്പോൾ അത് റിഹേഴ്സൽ സമയത്ത് നടുവിന് ചെറുതല്ല, അത്യാവശ്യം കാര്യമായൊരു പെരുക്കായിരുന്നു. 1-2 ദിവസം ലീവൊക്കെ ആയിരുന്നു. അതുപോലെ സെന്തിലിനും ചെമ്പഞ്ചേരനും ലുക്മാനും എല്ലാവർക്കും പരിക്കുകളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഈ 4 പേരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട്, ആ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് വർക്കായിട്ടുണ്ട്. അന്ന് പെട്ട കഷ്ടപ്പാടുകൾക്ക് ഇന്ന് റിസൾട്ട് ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഓരോ കൈയടി തിരിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന വേദന മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ പണിയെടുക്കുക, റിസൾട്ട് അതിന് അർഹതപ്പെട്ട റിസൾട്ട് കിട്ടിയിരിക്കും. പണിയെടുക്കുമ്പോൾ നമ്മളിത് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ, ഞാൻ ഇത്രയും പണിയെടുത്താണല്ലോ എന്നിട്ട് എനിക്കത് വന്നില്ലോ ഇത് വന്നില്ലോ എന്നുള്ള പറച്ചിലൊന്നും വേണ്ട. ആത്മാർത്ഥമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ആ വർക്ക് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു വയ്ക്കുക. അതിന് നമുക്ക് അർഹിക്കുന്ന അംഗീകാരം നമ്മളെ തേടി വരും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അഞ്ചക്കള്ളക്കൊക്കെ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള റിസൾട്ട് കൃത്യമായിട്ട് അത്രേ ഉള്ളൂ. ഇപ്പം മണിയൻ ചേട്ടൻ 7 വർഷമായി, 7 വർഷം മേലെ. അപ്പം അന്നുള്ള മണിയൻ, നമ്മുടെ ബാലൻ ചേട്ടൻ മുതൽ ഇന്ന് ഈ കഥാപാത്രം വരെ നിൽക്കുമ്പോൾ ലൈഫിലുണ്ടായൊരു മാറ്റം പറയാൻ എന്തായിരിക്കും? ലൈഫിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നുപോയി, ഒരുപാട് സിറ്റുവേഷൻസ് വന്നുപോയി. ബേസിക് മണികണ്ഠൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. അത് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം അത് തന്നെയാണ്. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്യാരക്ടർ മാറാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ തന്നെയാണ്. സിറ്റുവേഷൻസ് മാറിയൊക്കെ വന്നിട്ടുണ്ട്. കഷ്ടപ്പാട് വരും, അതേപോലെ നല്ല ദിവസങ്ങൾ വരും, ഇന്ന് പോകുന്നു എന്നല്ലാതെ വേറെ വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല. ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ചെയ്യുന്ന എല്ലാ കഥാപാത്രവും വ്യത്യസ്തമായി ചെയ്യാൻ ഒരു അപ്രോച്ച് നടത്തുന്ന നടനാണ് താങ്കൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിജയമാണ്. തീർച്ചയായും. എനിക്ക് അത്രയും പറയാൻ കാരണം വെച്ചാൽ, എനിക്ക് മണികണ്ഠൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് എന്താ വെച്ചാൽ, വലിയൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആരുടെ റെക്കമെൻഡേഷനോ ഒന്നോ അങ്ങനെ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലോ അല്ല വരുന്നത്. ഒറ്റയ്ക്ക് ഇന്ന് കഷ്ടപ്പെട്ട് ഒരു തൻ്റെതായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി ഇന്നും സിനിമയിൽ നല്ല രീതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കലാകാരനാണ്. അപ്പം
അങ്ങനെ ഒരാള് എന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയാ, എനിക്കും ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ടുണ്ടാകുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ. കാണുന്ന ഒരു വ്യക്തിക്ക് ഈ മണികണ്ഠനെ പോലെ ആളുകളും ഇന്നത്തെ സിനിമയിൽ ഇത്രയും മുന്നോട്ട് വരുത്തും, അപ്പൊ എനിക്കും നാളെ വരാനൊരു അവസരം ഉണ്ടെന്നൊരു ഒരു ഊർജ്ജം, ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ചേട്ടൻ. എന്താ പറയുക, പലപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ അങ്ങനെ ചേട്ടൻ ഒരു മോട്ടിവേഷൻ ആണെന്ന്? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, നെറ്റൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഒരു മോട്ടിവേഷൻ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് പലരും മോട്ടിവേഷൻ ആയിട്ടുണ്ട്. മണിച്ചേട്ടനും വിനായകൻ ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഇവരൊക്കെ എനിക്കും സിനിമയിൽ വരാൻ പറ്റും. സിനിമയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരമുള്ള ഭംഗിയല്ല, അതിനപ്പുറത്തേക്ക് പല കണ്ടെത്തലുകളുണ്ട്. അഭിനയം എന്ന് പറയുന്ന ഒരു കല, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് യോഗ്യത. പിന്നെ ബാക്കി സിനിമയിൽ കുറേ നമ്മളുടെ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ട്. ഒരാൾ വിജയിച്ച് മുന്നോട്ട് പോകുന്നതിൽ പല ഘടകങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടാവും. ആവട്ടെ, തീർച്ചയായും ആണ്, ഡൗട്ടൊന്നും വേണ്ട. ഇത് കാരണം വെച്ചാൽ ഇന്നും മലയാളികള് ചേട്ടനെ കാണുമ്പോൾ ബാലൻ ചേട്ടൻ ഏതൊരു കോളേജ് പ്രൊമോഷന് പോയാലും ശരി, ശബ്ദം പോയിരിക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ ഏത് സിനിമയുടെ പ്രൊമോഷന് പോയാലും എനിക്ക് ബാലൻ ചേട്ടൻ്റെ ഡയലോഗ് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് അത് പറയും. ഞാൻ മൈക്കെടുത്ത് മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ വേറെ ഒന്നും പറയണ്ട, വേദിയിലിരിക്കുന്ന ഇവരെ മറ്റേ നമസ്കാരം ഒന്നും പറയണ്ട, തുടക്കം തന്നെ നിനക്ക് ഇരിക്കണമെന്ന് ചോദിച്ചാൽ മാത്രം മതി. അവിടെ നിന്ന് കിട്ടുന്ന ശബ്ദം ഉണ്ടല്ലോ, നമ്മളിത് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അവരുണ്ടാക്കുന്ന ഒച്ചയും കയ്യടിയും അവരുടെ ഒരു എനർജിയും കാണുമ്പോൾ കമ്മട്ടിപ്പാടം ഇന്നലെ ഇറങ്ങിയിട്ട് അതിൻ്റെ പ്രൊമോഷന് പോയ പോലെ ഒരു തോന്നലാണ്. അപ്പോൾ അത്രമാത്രം പുതിയ തലമുറയുടെ ഉള്ളിലേക്കും ആ ക്യാരക്ടർ കയറുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ബാലൻ ചേട്ടനായിട്ട് കാണുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും കിട്ടാനുള്ള ഒരു അവാർഡ് തന്നെയായിരിക്കും അല്ലേ അത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ശങ്കരാഭരണം എന്ന് പറയുന്നൊരു ക്യാരക്ടർ അതിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ആ ഒരു നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ ക്യാരക്ടറിൻ്റെ എൻട്രിക്ക് കിട്ടുന്ന കയ്യടി കാണുമ്പോൾ അറിയാം നമുക്ക് ആ ക്യാരക്ടറിനെയും ജനം സ്വീകരിച്ചു എന്നുള്ളത്. ചേട്ടാ, എന്താ പറയാ, വലിയൊരു തൊടുന്നതെല്ലാം സക്സസ്ഫുൾ ആവുക അങ്ങനെയൊന്നും അല്ലല്ലോ. ലൈഫിൽ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, തോൽവികൾ നോക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ, ഇന്ന് മണികണ്ഠൻ ആചാര്യ എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു നടൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എപ്പോഴും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പൊ പല തൊടുന്നതെല്ലാം പൊന്നാക്കുക അല്ലെങ്കിൽ തൊടുന്നതെല്ലാം സക്സസ്ഫുൾ ആക്കുക ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾ ഓർക്കുന്നുണ്ട്. പലപ്പോഴും പല റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ചോദിക്കുന്ന നല്ല ഐസ് കിട്ടും, നല്ല ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇന്ന് മണികണ്ഠൻ ആചാര്യ എന്ന നടൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ റിജക്ഷൻ ആണ് ഇന്നിവിടെ എത്തിച്ചേർത്തുന്നുണ്ടോ? എനിക്കിപ്പോ ഞാൻ വന്ന വഴി അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ഒരുപാട് അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട്, മീൻസ് തിരിഞ്ഞു നോക്കണം, എപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മളുടെ വന്ന വഴി മറക്കരുത്, അല്ലെങ്കിൽ കൂടെ നിന്നവരെ മറക്കരുത്. അതൊക്കെ ഓക്കെ. ഈ നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് അധികം നോക്കണ്ട. കഴിഞ്ഞു പോയത് കഴിഞ്ഞതാണ്. അതിനെ പിന്നെയും മനസ്സിലിട്ട് ഉരുട്ടി ഒരു വൈരാഗിയായി അതിനെ പ്രതികാരം ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ശരിയും തെറ്റും സുഖവും ദുഃഖവും ഒക്കെ വന്നു പോകുന്ന, അതേപോലെ മാത്രമേ എനിക്കും സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴി ഞാൻ കണ്ടെത്തിയ, ഞാൻ വെട്ടിത്തെളിച്ച വഴിയൊന്നുമല്ല. ഇതിലൂടെ ഒരുപാട് പേര് സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോകാനുള്ളതും ഒരുപാട് പേര് പോയി വന്ന വഴിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ മോശം ദിവസങ്ങളെ മനസ്സിൽ വെച്ച് പക വീട്ടുന്ന ഒരു സർപ്പബുദ്ധിയൊന്നും അങ്ങനെയല്ല. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മളെല്ലാവരുടെ ലൈഫിൽ തോൽവികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ തോൽവികളാവും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം തരുന്നത്. തീർച്ചയായിട്ടും അത് വേണമല്ലോ, ആ ഊർജ്ജമുണ്ട്. ഞാൻ പറഞ്ഞത് അതിനെ പിന്നെ നമുക്ക് അത് ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ചല്ലോ, അതിന് നമ്മൾ വിഷമിച്ചു, കരഞ്ഞു, പരാതി പറഞ്ഞു, പരിഭവം പറഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ അതിനെ നമ്മളത് കാണണം. നമുക്കൊരു നല്ല സമയം വന്ന് നിൽക്കുമ്പോൾ പിന്നെ അതിനെ നമ്മൾ അങ്ങനെ കാണണ്ട. അതിനെ വിട്ടുകളയുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നല്ലതും ചീത്തയൊക്കെ വന്നു പോകും, അത് അതിൻ്റെ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു സമനിലയിൽ നിൽക്കുക. വിജയവും പരാജയത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാതെ ഇത് രണ്ടും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാത്ര സുഖമായിരിക്കും.
ചേട്ടാ പലപ്പോഴും ഞാൻ ചോദിക്കണം, ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് അല്ലെ പോലെ സിനിമ കൊതിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീമാണ്. ചിലർക്കത് പാഷനാണ്, ചിലർക്കത് അത് കൊതിയാണ്, ചിലർക്കത് സാമ്പത്തികമാണ്. അപ്പം ചേട്ടനെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ സംബന്ധിച്ച് അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ബ്രീത്താണ്. എനിക്ക് ആകെയുള്ള ഒരു കൈമുതൽ ആക്ടിങ്, നാടകം ഒക്കെയാണ്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്ന എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ സിനിമാ നടനായതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. സിനിമയും നാടകവും അഭിനയവും ഒക്കെ അൾട്ടിമേറ്റാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ചേട്ടൻ അഭിനയിക്കുന്ന ഏതൊരു കലാകാരനോട് ചോദിച്ചാലും, ഒരു അഭിനേതാവിനോട് ചോദിച്ചാലും പറയും എനിക്ക് എല്ലാ തരം കഥാപാത്രങ്ങളും അഭിനയിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ എനിക്ക് അഭിനയിക്കണം. ഇപ്പോൾ ചേട്ടൻ അഭിനയിച്ച വെബ് സീരീസിലായാലും ശരി, സിനിമകളിലായാലും ശരി, എപ്പോഴും അങ്ങനെ ഒന്നിനൊന്നും ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടൊരു നല്ലൊരു നടനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതേപോലൊരു കഥാപാത്രം ചെയ്യണം എന്ന് കൊതിക്കുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? അതായത് നമ്മളെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സിനിമ സഞ്ചരിക്കുന്ന കാലഘട്ടവും അത് മേക്ക് ചെയ്യുന്ന സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ 8 കൊല്ലമായിട്ട് ഞാനിവിടെ ചെറുതും വലുതും പൊട്ടും പൊടിയൊക്കെ ആയിട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം അതിനകത്ത് ഞാനിനി കർണനാവണം, ഭീമനാവണം, അങ്ങനത്തെ എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചൊന്നുമല്ല. ഞാനിവിടെ സിനിമയിലുണ്ടാവണം, ഞാൻ പ്രേക്ഷകൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവണം, അവർക്ക് എന്നോടുള്ള ഇഷ്ടം അത് ലോങ് ലൈഫ് കിട്ടണം എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വരുന്ന ഏത് ക്യാരക്ടറിനെയും എൻ്റെ ഒരു പഠനം അല്ലെങ്കിൽ എൻ്റെ ഒരു കയ്യൊപ്പ് അത് ചാർത്താൻ ഞാൻ ശ്രമിക്കും, ഞാൻ പഠിക്കാൻ ശ്രമിക്കും. അത് എനിക്ക് തരുന്ന സംവിധായകനെ 100% സന്തോഷവാനാക്കുക, അദ്ദേഹത്തിനൊരു മിസ്കാസ്റ്റിംഗ് ആണ് ഇതെന്ന് തോന്നുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകാതെ ഞാൻ ശ്രദ്ധിക്കും. മണികണ്ഠൻ വന്നതുകൊണ്ട് അത് ഒന്നും കൂടി നന്നായി എന്ന് പറയുന്ന അതിനു വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് ഇന്ന ക്യാരക്ടറാണ് അത് ചെയ്യണം അത്തരം കാര്യങ്ങൾ ഒക്കെ വിട്ടു. ഇപ്പോൾ ഏത് വന്നാലും അതിൻ്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ അതിനെ ഗംഭീരമാക്കുക എന്നുള്ളതാണ്. കഥാപാത്രങ്ങളാണ് പ്രാധാന്യമല്ലേ? തീർച്ചയായിട്ടും നമ്മളിവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ വന്നോളൂ. ഇപ്പോൾ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമയിലെ ശങ്കരാഭരണം എന്ന് പറയുന്ന ക്യാരക്ടർ വരാനായിട്ട് 7-8 വർഷം വേണ്ടി വന്നു. പക്ഷേ 8 വർഷം ഇവിടെ നിന്നത് കൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഈ പണി രാജിവെച്ച് പോയിരുന്നെങ്കിലോ ഇത് വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ചെയ്തേനെ, ഇന്ന് ആ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരുന്നേനെ. അപ്പോൾ നമ്മൾ നിൽക്കുക, അപ്പോൾ ഉപയോഗിക്കാൻ അവർക്ക് തോന്നും, മണികണ്ഠനെ ഇനി ഒന്നൊരു പോലീസുകാരനായിട്ടൊന്ന് കാണണം, ഒരു വക്കീലായിട്ട് നമുക്ക് നോക്കിയാലോ എന്നൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ ഞാനതാവും. അത്രേ ഉള്ളൂ. എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും ഏത് തന്നാലും അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുക. ചേട്ടാ, നമ്മുടെ അഞ്ചക്കളക്കോക്കൻ്റെ സിനിമയുടെ ഫൈറ്റ് സീൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുണ്ടായ ഫൈറ്റ് സീൻസ് എടുത്തു പറയേണ്ടതാണ്. കാരണം വെച്ചാൽ അത്രയും ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ എന്താ പറയുക അത്ര റിയലിസ്റ്റിക് ആയിട്ട് മേക്ക് എന്നുള്ള നിസ്സാര പണിയല്ല. എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു അതിനുവേണ്ടി? എത്ര നാൾ പ്രാക്ടീസ് ആയത്? ഏതാണ്ട് അത്യാവശ്യം കുറച്ച് ദിവസം എടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് നാളായി, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡേറ്റ്സ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും 1-2 ദിവസം കൊണ്ട് തീർന്ന ഫൈറ്റല്ല അത്. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, ഒരുപാട് ടേക്കുകൾ ഒക്കെ പോയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഈ കൊറിയോഗ്രാഫിയുടെ അകത്ത് നിന്നിട്ടുള്ള ഫൈറ്റുകൾ വളരെ കുറവാണ്. എന്നെ അഴിച്ചു വിട്ടിട്ട് നാടൻ കയ്യിൽ കിട്ടുന്ന നാടൻ തല്ല് പരിപാടിയാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്. അല്ല കറക്റ്റ് 1, 2, 3 പരിപാടിയോ അല്ലെങ്കിൽ പറക്കുന്നത്, റോപ്പ്, അങ്ങനത്തെ ടെക്നിക്കൽ പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ 4 പേരിൽ അത്യാവശ്യം തെറ്റിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഞാനാണ്. ടേക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരു സമയത്ത് ഈ നടുവൊക്കെ ഒടിഞ്ഞ് ചില ഇടിയൊക്കെ ശരിക്കും കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒറിജിനൽ
ഇടിക്കാരൻ അങ്ങോട്ട് പുറത്തേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് പറക്കലായിരുന്നു. ഫൈറ്റ് സീൻസ് എടുത്തു പറയണ്ട. ഇവിടെന്നൊക്കെയാണ് നോർമൽ ഒരു എന്താ പറയുക, ഒരു അച്ഛന്റെ വികാരം. ഫസ്റ്റത്തെ എൻട്രിയിൽ എനിക്ക് ഒരു മാസ് വില്ലൻ വരുന്ന പോലെ, പിന്നെ ഒരു അച്ഛന്റെ ഇമോഷൻ ആണ് ഫീൽ ചെയ്തത് എനിക്ക്. അതൊരു എന്താ പറയുക, തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് പക്ക എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. ഇതില് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആ റിവെഞ്ച് അതിൽ മാത്രം നിന്നിരുന്നെങ്കിൽ അതൊരു നോർമൽ ക്യാരക്ടറായി പോയനെ. അയാൾ അതിൻ്റെ കാരണം സ്ട്രോങ് ആണ്, അവിടെ വരാനുള്ള കാരണം സ്ട്രോങ് ആണ്. അയാളുടെ ആ ഒരു വികാരം അത് നടക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകൻ ആഗ്രഹിക്കും. ആ വ്യക്തി വന്ന കാര്യം നടക്കണം, അത് നടന്നേ പറ്റും. അത് ജെനുവിനാണ്, ആവശ്യം മനുഷ്യത്വപരമായിട്ട് ജെനുവിനായിട്ടുള്ളൊരു ആവശ്യമാണ്. അത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണെന്ന് കാണുന്നതിന് തോന്നും. അടിക്കട അവനെ, കൊല്ലട അവൻ, അങ്ങനെയൊക്കെ തോന്നുന്നു. നമ്മൾ ഇരുന്ന് കാണുന്നവർക്ക് പറയാൻ തോന്നുന്നു അവനെ കൊല്ലണം, അവൻ ചാവേണ്ടവനാണെന്ന് പറയുന്ന രീതിയിലാണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കഥാപാത്രം ഇത്രത്തോളം സംസാരിക്കപ്പെടുന്നത്. സാധാരണ ഒരു ഫൈറ്റ് നന്നായിട്ട് ആ കൊറിയോഗ്രാഫിയിൽ നിന്ന് കൊടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഇമോഷൻസ് വർക്ക് ചെയ്യാൻ, ആ ബന്ധം, ആ കുടുംബത്തിനകത്ത് നടക്കുന്ന ആ ബന്ധം ഭയങ്കര രസമായിട്ട് അത് ഉല്ലാസ് ഭായി അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ടത് ചെയ്യിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം മണികണ്ഠൻ എന്ന ഒരു വ്യക്തിയോട്, അല്ല മണികണ്ഠൻ എന്നൊരു അഭിനേതാവിനോട് ഞാൻ ചോദിക്കുകയാണ്, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏത്? ഈ വ്യക്തി എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും. നമ്മളൊരു ഹാർഡ് വർക്ക് കണ്ടിട്ട് നമ്മൾ ഒരു റിസൾട്ട് ആഗ്രഹിക്കുമല്ലോ, ഇതിന് റിസൾട്ട് ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു പണി നടത്തും, അത് അങ്ങനെ തന്നെ പ്രേക്ഷകന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഭയങ്കര. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിൽ ആദ്യത്തെ വളരെ കുറച്ച് ഒരു 10-15 മിനിറ്റ് എൻ്റെ സ്ക്രീൻ സ്പേസ് ഉള്ളൂ. പക്ഷെ അവിടെ ചെയ്തിട്ടുള്ള ആ നടപ്പ്, ആ എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ, പഠിച്ച് അല്ലെങ്കിൽ ഒരു റെഫറൻസ് എടുത്ത് ചെയ്ത കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു സക്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട്. നമ്മളറിയാതെ ചക്ക വീഴുന്നതും നമ്മൾ കഷ്ടപ്പെട്ട് കയറി പറിച്ചുകൊണ്ട് വരുന്നതിന് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുന്നൊരു ആ ഒരു സന്തോഷം സിനിമയിൽ എത്ര നേരം ഉണ്ടാവുക എന്നുള്ളതല്ലല്ലോ, ഉണ്ടായ അത്രയും നേരം പ്രേക്ഷകർ സ്വീകരിച്ചോ, അത് നോട്ട് ചെയ്തോ എന്നുള്ളതല്ലാണ് കാര്യം. ബ്രഹ്മയുഗം ആയാലും എനിക്കിന്ന് 2024 സിനിമകളുടെ വസന്തകാലമാണ്. അതിന് തുടക്കം കുറിച്ച് തന്നെ ബ്രഹ്മയുഗമാണ് അതിലൊരു പാർട്ടായി. ഇപ്പൊ ഇങ്ങനെ തുടർന്നോട്ടില്ല. ഈ വർഷം എന്നെ പേഴ്സണലി എനിക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പടങ്ങളിലും മലൈക്കോട്ടെ വാലിബനിലും ബ്രഹ്മയുഗത്തിലുണ്ട്. അതേപോലെ കടകൻ എന്ന് പറയുന്നൊരു സിനിമ, പിന്നെ ഇപ്പം അഞ്ചകള്ളക്കോക്കൻ, അങ്ങനെ തുടക്കം തന്നെ ഒരു 3-4 സിനിമ സംസാരിക്കപ്പെടുന്ന ആളുകൾ കണ്ട സിനിമകളിൽ, അല്ലെങ്കിൽ നല്ല റിവ്യൂസ് വന്നിട്ടുള്ള സിനിമകളിൽ ഞാൻ ഭാഗമാണ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ പോസിറ്റീവാണ്. ഈ വർഷം എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, അതെ ഊർജ്ജമുള്ളൊരു. ഞാൻ ചോദിച്ചത് ചേട്ടൻ്റെ ജീവിതത്തിലായിട്ട് മനോഹരമായൊരു നിമിഷം ഏതായിരിക്കും വ്യക്തി എന്ന നിലയിൽ? അല്ല, അതാണ് ഞാൻ പറഞ്ഞ സിനിമയായിട്ടല്ല, ഒരു വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ കുടുംബവും ഇപ്പോൾ ഭാര്യ മോനൊക്കെ സന്തോഷിക്കുക, അവർക്ക് നമ്മളോടൊരു മതിപ്പുണ്ടാവുന്നൊരു നിമിഷമല്ലേ എൻ്റെ ചേട്ടൻ. അതൊക്കെ ഒരു വലിയ നിമിഷങ്ങളാണ്. എൻ്റെ അമ്മ എന്നെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു അംഗീകാരം എൻ്റെ പേരിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിന് ആ വേദിയിൽ അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അനുഭവിച്ചിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അതെനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമാണ് എന്ന് ഓർക്കാനായിരിക്കും. അതെ അതെ അതെ. ഇപ്പം പലർക്കും സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്വപ്നമായിട്ട് വരുന്നതായിരിക്കാം. നാളെ ഇത് വലിയൊരു നടനാവാം, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയി തീരാമെന്ന് കൊതിച്ചു വരുന്ന 100ഓളം അല്ലെങ്കിൽ 1000 ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അത് നിലനിൽക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ്. ആഗ്രഹങ്ങളോട് വന്നിട്ട് ഒന്നും കിട്ടാത്ത പോകുന്നവരും ഉണ്ട്. എന്നാൽ എനിക്കിത് നേടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി തന്നെ മെനയിട്ട് നിൽക്കുന്നവരുമുണ്ട്. മണികണ്ഠൻ ചേട്ടൻ തന്നെ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, തോന്നലുകളൊക്കെ അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 3 വയസ്സിലും 4 വയസ്സിലും അല്ലെങ്കിൽ 10 വയസ്സിലൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പരാതികൾ അല്ലെങ്കിൽ പരിഭവങ്ങൾ ഇന്നില്ലല്ലോ. പോകെ നമ്മൾ പഠിക്കൂലേ അതെന്തുകൊണ്ടാണ്. കാരണം ഒരു കുട്ടി
കടയിലുള്ള ഒരു കളിപ്പാട്ടം കണ്ട് ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ മുമ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നും, അതായത് അച്ഛൻ എന്താ ജോലിയെന്നും അച്ഛന് എത്ര രൂപ കൂലിയുണ്ടെന്നും ഇത് ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ ബാക്കി ഇത്രയേ ഉള്ളൂ എന്നും ഈ പൈസ കൊണ്ട് കുടുംബം മുന്നോട്ട് പോകില്ല എന്നൊന്നും ചിന്തിക്കാനുള്ള വയസ്സ് അവനില്ലാത്തത് കൊണ്ട് അവൻ ആ കളിപ്പാട്ടത്തിന് വേണ്ടി അവൻ വാശി പിടിക്കും. കിട്ടിയില്ലെങ്കിൽ കരയും, പരാതി പറയും, വഴക്കിട്ടിരിക്കും. അത് കുട്ടിയാണ്. അവിടെ നിന്ന് നമ്മൾ വളരുമല്ലോ. ഇപ്പം ഞാൻ അവിടെ നിന്ന് വളർന്നു, നടന്നുള്ള നിലയിൽ ഞാൻ അവിടെ നിന്ന് വളർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അത്തരം പരാതികൾ ഇനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇല്ല. കാരണം നമ്മളിവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ പുറത്ത് പറഞ്ഞ പോലെ സിനിമാ നടന്മാര് അല്ലെങ്കിൽ വലിയ ഫെയിം അങ്ങനെയുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആഷ്പൂഷ് എന്നുള്ളൊരു വിചാരമുണ്ട് മറ്റുള്ളവർക്ക്. പക്ഷെ ശരിക്കും അവരുടെ ലൈഫ് എല്ലാ നോർമൽ മനുഷ്യന്മാരെ പോലെ തന്നെയായിരിക്കും. അപ്പോൾ പലപ്പോഴും നടന്മാർ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു സിനിമാ നടനായാൽ അവനെല്ലാം അവൻ്റെ ലൈഫ് സെറ്റിലാണ്, ഇങ്ങനെ നടക്കുന്നുണ്ട്, ആഷ്പൂഷൻ നടക്കുന്നുണ്ട്, ആഷ്പൂഷൻ നടക്കാറില്ല. അല്ല, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെന്റാലിറ്റി ആണത്. ഒരു സിനിമ നടൻ ഞാൻ എടുക്കുന്ന പേഴ്സണലി സിനിമ നടൻ എന്നുള്ളത് എൻ്റെ ജോബല്ല, എൻ്റെ പാഷനും എൻ്റെ കലയുമാണ്. പക്ഷെ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതെൻ്റെ പ്രൊഫഷനാണ്. അത് ആക്ഷനും കട്ടിനും ഇടയിൽ അത് തീരും. അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ആ ഭാരം മറ്റുള്ളവരിലേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ കിട്ടുന്ന പരിപാടികളൊക്കെ നാട്ടിൽ മുഴുവനും വേണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും എന്നെ കാണുമ്പോൾ എണീക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്, സൊസൈറ്റിയുടെ ഭാഗമാണ്. ഞാൻ സൊസൈറ്റിക്ക് പുറത്തുള്ള ആളല്ല, ഇതിൻ്റെ അകത്തുള്ള ഒരാളാണ്. എൻ്റെ ജോബാണ് സിനിമ. അത് കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നു, മാത്രമേ ഉള്ളൂ. ഞാൻ തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴും എൻ്റെ സൈക്കിളിലും അല്ലെങ്കിൽ ആ സ്കൂട്ടറിലും തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. കാർ എടുക്കേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമേ കാർ എടുക്കാറുള്ളൂ. ഞാൻ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൽ തന്നെ ഇരുന്ന് കറങ്ങാറില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, നിലത്ത് നിന്ന് കഴിഞ്ഞാൽ വീഴ്ച കുറവായിരിക്കും. ഒരുപാട് മുകളിലേക്ക് കയറിയാൽ വീഴ്ചയുടെ അല്ല, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം വെച്ചാൽ ആരെങ്കിലും എന്താ ജോലി സിനിമയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലാണ് ഒരു എന്തോ വലിയ അപരാധം ചെയ്ത പോലെ, എന്തോ പുച്ഛം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയോടെ കാണുന്നത്. സിനിമ അത്ര മോശമാണ്. അതറിയില്ല, അത് അങ്ങനെ ചെയ്യുന്നവരോട് തന്നെ ചോദിക്കേണ്ടത്. അല്ല, കാരണം വെച്ചാൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, സിനിമ എന്ന് പറയുമ്പോൾ അതിന് എവിടെ വർക്ക് ചെയ്യുന്നത്, സിനിമയിലാണ്, മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. വേറെ വല്ല ജോബ് നോക്കിക്കൂടെ? പറയാൻ പറ്റുന്ന ജോബ് നോക്കിക്കൂടെ? വല്ല പെർമനന്റ് വരുമാനമുള്ളൊരു ജോബ് നോക്കിക്കൂടെ? സിനിമ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപത്തിലാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ എന്തോ വലിയ ഒരു അന്തസ്സുള്ള അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. എനിക്ക് ഈ ചോദ്യം അങ്ങനെ തരണം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ചതിനേക്കാൾ നന്നായും അന്തസ്സായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സിനിമയിൽ വന്നതിന് ശേഷമാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്നോടാരും ചോദിച്ചിട്ടില്ല. എന്താ ജോലി, വേറെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. സിനിമ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കമ്പയർ ചെയ്യുമ്പോൾ സിനിമയാണ് നല്ലത്. എനിക്ക് ഞാൻ സിനിമ ഉള്ളതുകൊണ്ടാണ് അവനിപ്പോൾ അവൻ്റെ ജോലി സിനിമയാണ് എന്നെല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് എനിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അതെന്ന് വെച്ചാൽ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ടില്ല ഇപ്പോൾ പടമൊന്നുമില്ലേ എന്നുള്ള സാധാരണ കോമൺ ചോദ്യം എല്ലാവരോടും ഉണ്ടാവും. അപ്പം അത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും പടം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ മറ്റേ പൊട്ടിയില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ സങ്കടം വരുമായിരുന്നു, കണ്ണൊക്കെ നിറയായിരുന്നു. പിന്നെ അത് പഠിച്ചു, അത് പൊട്ടി, അടുത്തത് ഹിറ്റാണ്, അത് കാണണോട്ടാ എന്ന് പറയും. അത് പൊട്ടി, എന്ത് ചെയ്യാൻ പറ്റും, കയ്യിൽ നിന്ന് പോയതാണ്, അത് പൊട്ടി, അടുത്തത് ഹിറ്റാണ്, ഹിറ്റിൽ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറയും. അപ്പൊ അവര് ഒന്നും പറയാൻ പറ്റില്ല. അല്ലാതെ ഇതിനൊന്നും നമ്മള് അതിനെയൊന്നും ഹൃദയത്തിലേക്ക് എടുക്കണ്ട. അത് നെഗറ്റീവൊക്കെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, എടുക്കാമെന്നും എടുക്കണ്ടെന്നും ഓപ്ഷൻ ഉണ്ടല്ലോ. ഇത് കാണാം, കാണണ്ട. അപ്പോൾ കൊള്ളില്ലാത്ത മുഴുവൻ കണ്ടിട്ട് നമ്മൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആ ചെയ്തവനെ കുറ്റം പറയേണ്ട കാര്യമില്ല. കൊള്ളില്ലാന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. സ്കിപ്പ് ചെയ്യുക, നല്ലത് പിടിക്കുക, നല്ലത് മാത്രം എടുക്കുക, ചീത്തയെല്ലാം അത്രേ ഉള്ളൂ. പോസിറ്റീവ് ഉണ്ടാക്കുക, എല്ലാത്തിലും പോസിറ്റീവ് കാണാൻ ശ്രമിക്കുക. മണികണ്ഠൻ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്, സ്റ്റൈലിഷ് ലുക്കില്. ഇപ്പോഴും അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങി. പണ്ടൊക്കെ കുറച്ച് നോർമൽ രീതിയിലൊക്കെ ഞാൻ ഇരിക്കുന്നു. ഇപ്പൊ പക്ക സ്റ്റൈലിഷ് അപ് ട്രെൻഡായിട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് അത് അപ്ഡേറ്റ് ചെയ്ത്
ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തായിരുന്നു ഇങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നുന്ന ഒരു ആഗ്രഹങ്ങളും എനിക്ക് പണ്ട് മുതലേ ഈ വെസ്റ്റേൺ സ്റ്റൈലിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അതൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം അതിനുള്ളൊരു സമയമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം, സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സൊക്കെ എന്തെങ്കിലും നമുക്കൊരു ഐഡിയാസൊക്കെ പറഞ്ഞു തരും. ഇന്ന ഡ്രസ്സ് നന്നായിട്ട് ചേരും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നത് എന്നെ താടിയും മുടി ഇല്ലാതെ കാണുന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഷേവ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഡ്രിമ്മായി. ഇപ്പോൾ അടുത്തൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെ വയറും കാര്യങ്ങളൊക്കെ കുറച്ചു. അപ്പോൾ ഇപ്പോൾ ഇടുന്ന എല്ലാ ഡ്രസ്സും ഭയങ്കര സൂട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ഈ ആഭരണങ്ങൾ, മാല, മോതിരം, കമ്മല, ഇതൊക്കെ എനിക്ക് പണ്ട് മുതലേ താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നടന്മാരാവണം അല്ലെങ്കിൽ നടിമാരാവണം. എന്നെ കാണൂ എന്ന് പറയുന്നവരാണ് നടൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം. അതാണ്, എന്നെ ശ്രദ്ധിക്കുക, എന്നെ കാണും എന്ന് തന്നെ എന്നെ തിരിച്ചറിയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണല്ലോ അവനിത് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ വേറൊരു അതിൻ്റെ പുറകിൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ നിൽക്കണം. പുതിയ എന്താ പറയുക, ഡ്രസ്സുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഷൂ വരുമ്പോൾ ഒക്കെ അതൊക്കെ ഒന്ന് വാങ്ങണം, ഇടണം എന്നൊക്കെ തോന്നാറുണ്ട്. അതിപ്പോൾ സാധിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം, ഈ വസ്ത്രമല്ല നമ്മളുടെ വ്യക്തിത്വം. ഇതിപ്പോൾ നമ്മൾ ഈ ഷൂട്ട് നിങ്ങൾ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ ഇത് അഴിച്ചു മാറ്റും. ഇതെൻ്റെ ക്യാരക്ടറല്ല, ഇത് നമ്മുടെ യൂണിഫോമിൻ്റെ ഭാഗമാണ്. ഗ്ലാമറിൻ്റെ ഒരു ലോകമാണല്ലോ സിനിമ. അപ്പോൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. അതൊന്നും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാണ്ടിരുന്നാൽ മതി. എൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത് തന്നെയാണ്. സിനിമകൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം സിനിമകളിലെ എപ്പോഴും പണ്ടത്തെ ഒരു ഇതുപോലെ എപ്പോഴും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി ജോണേഴ്സ് മാറി തുടങ്ങി, പുതിയ എക്സ്പെരിമെന്റ്സ് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഡ്രീം, ഏതൊരു അഭിനേതാവിൻ്റെയും ഡ്രീം ആയിരിക്കും ഇന്നൊരു നടൻ്റെ കൂടെ അഭിനയിക്കുക, ഇല്ല ഇന്നൊരു കാസ്റ്റിലൂടെ ജോയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ മലയാള സിനിമയിൽ എന്നും ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇന്നും ഒരു തവണ എങ്കിലും ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു പാസിംഗ് റോൾ ആയി ആഗ്രഹിക്കുന്ന ഒരു ആക്ടേഴ്സാണ് മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ, രജനീകാന്ത് സാറ്. അവരോടൊക്കെ വർക്ക് ചെയ്തു. ഒരു വലിയ പാഠപുസ്തകമാണ്. അവരിൽ നിന്നും പഠിച്ച ഒരു ലെസൺ എന്തായിരിക്കും? പാഷൻ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്, പാഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ എല്ലാവരുടെയും സിനിമയോടുള്ളൊരു പാഷൻ ഉണ്ടല്ലോ, കറക്റ്റ് സമയത്ത് വരിക, അല്ലെങ്കിൽ അത് പഠിക്കാൻ ഇപ്പോഴും പണിയെടുക്കുക എന്ന് പറയുന്ന പാഷൻ തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ലാൽ സാറിൻ്റെ ആയാലും മമ്മൂട്ടി സാറിൻ്റെ ആയാലും രജനി സാറിൻ്റെ ആയാലും എല്ലാം സെയിമാണ്. അതിന് പല രീതികളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, പലരും പല രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇപ്പോൾ പേട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ രജനി സാറിൻ്റെ ഒരു വിനയം, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായിട്ട് നിന്നിട്ട് പോലും അദ്ദേഹം ഡയറക്ടറിനും സിനിമയ്ക്കും കൊടുക്കുന്നൊരു ബഹുമാനമുണ്ട്. അത് പുതിയ ആളുകൾ കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ആവാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മമ്മൂട്ടി സാറിൻ്റെ കാര്യമാണെങ്കിലും ലാൽ സാറിൻ്റെ കാര്യമാണെങ്കിലും അവർക്ക് അവരുടേതായ പ്രത്യേകതകളും എന്താ പറയുക സിദ്ധികളും ഉള്ളത് കൊണ്ട് തന്നെ, ടാലൻറ്റും ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് ഇൻസ്പയർ ചെയ്യാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ മമ്മൂക്ക തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാനുള്ള കൊതി ഇതുവരെ മാറിയിട്ടില്ല, എനിക്ക് ഒരു ആർത്തിയാണെന്ന് പറയുന്നത്. കിട്ടാൻ ഓരോ കഥാപാത്രത്തിനും വേണ്ടി വീണ്ടും വീണ്ടും കിട്ടാനുള്ളൊരു, അത് ധരിക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ, എനിക്ക് വേണ്ട ഒരു ഏറ്റവും വലിയതായിട്ട് വേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. വീണ്ടും ആ കൊതിയോടെ തന്നെ ആദ്യ സിനിമയിൽ എങ്ങനെ വന്നോ അതേ കൊതിയോടെ തന്നെ നിൽക്കുക എന്ന് പറയുന്നൊരു. അതെ അതെ അതെ, അത് തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പാഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല. ആ ഒരു ഇപ്പോഴും ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ ആ ക്യാരക്ടർ ചെയ്യാൻ എടുത്തിട്ടുള്ള എഫേർട്ട്, അത് എത്ര പ്രായത്തിലാണ്, എത്ര പടങ്ങൾ കഴിഞ്ഞിട്ട്, എത്ര സംവിധായകരെ കണ്ടിട്ട്, എത്ര അവാർഡുകൾ വാങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു പുതിയ നടൻ കൊടുക്കുന്ന അപ്രോച്ചാണ്. അതേപോലെ മലൈക്കോട്ടെ വാലിബനിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹം. അപ്പോൾ അതിന് കൊടുക്കാൻ ആ അപ്രോച്ച് കൊടുക്കാനുള്ള മനസ്സില്ലേ, അത് അവർക്ക് ഇന്നും ഉണ്ട്. ഇന്നും അവരുടെ ആ ഫയർ അവർ കൊണ്ടു കിടക്കുന്നു എന്ന് പറയുന്നിടത്താണ്. അതാണ് നമ്മൾ ഇൻസ്പയർ ആവേണ്ടത്. ഇപ്പം മണികണ്ഠൻ ചേട്ടൻ തന്നെ മലയാളത്തിലെ മണിനാഥൻ
ഇപ്പോൾ നമ്മുടെ മണിച്ചേട്ടനെ ഇപ്പോഴും മലയാളികൾ ഇപ്പോഴും ഓർക്കാറുണ്ട്. ഇന്നും ആ കലാകാരൻ മലയാളത്തിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെയ്തു വെച്ച കഥാപാത്രങ്ങളായാലും ശരി, അദ്ദേഹത്തിന്റെ പാട്ടുകളായാലും ഇന്നും മലയാളികൾ ഇന്നും ഓർക്കാറുണ്ട്. അപ്പൊ ചേട്ടനെ കാണുമ്പോഴും പലപ്പോഴും മണിച്ചേട്ടനുമായിട്ട് ചെറിയ കമ്പാരിസൺ ഒക്കെ വരാറുണ്ട്. മണിച്ചേട്ടനായിട്ട് എന്തെങ്കിലും ഓർമ്മകൾ പറയാറുണ്ടോ? മനുഷ്യനായിട്ട് ആകെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് ക്ഷണിക്കാൻ കൊടുത്ത ആ ഒരു തിരക്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിപാടിക്ക് സെറ്റ് വർക്കും കാര്യങ്ങളും ഒരു നാടകത്തിൻ്റെ സെറ്റ് വർക്കിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മണിച്ചേട്ടൻ ഗസ്റ്റായിട്ട് അവിടെ വരുന്നു. സ്റ്റേജിൽ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ പൊതിയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുഞ്ഞിക്കൈയും കൊടുത്ത് ആ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ സംസാരിക്കാനോ വേറെ ഒന്നും സാധിച്ചിട്ടില്ല. ഞാൻ നടനായി ആവുന്ന സമയത്ത് അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു. അപ്പോൾ പക്ഷെ ഇന്നും ചേട്ടനെ കാണുമ്പോൾ മണിച്ചേട്ടനുമായിട്ട് ചെറിയൊരു മണിച്ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളുമായിട്ട് കമ്പാരിസൺ ഒക്കെ വരാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. ശരിക്കും അതെന്താണെന്ന് എനിക്കും അറിയില്ല, കാരണം അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മണിച്ചേട്ടൻ്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ശബ്ദമോ അല്ലെങ്കിൽ ആ ടാലൻറ്റോ ഒന്നും എനിക്കില്ല. പക്ഷേ പലരും മണിച്ചേട്ടന് കൊടുക്കുന്ന സ്നേഹം എനിക്ക് തരുന്നുണ്ട്, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇത് മണിച്ചേട്ടനുള്ള സ്നേഹമാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്നുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. അത് ചിലപ്പോൾ പേരിൽ മണി ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വന്ന വഴിയിൽ മണികണ്ഠ മണിച്ചേട്ടൻ എന്നാണ് കൂടുതൽ വിളിക്കുന്നത്. മണിച്ചേട്ടൻ ബാലൻചേട്ടൻ. അതെ, മണികണ്ഠൻ എന്ന് തീർത്ത് വിളിക്കുന്നവർ വളരെ കുറവാണ്. മണിയെന്നും മണിച്ചേട്ടാന്നും കൂടുതലും എന്നെക്കാൾ പ്രായമുള്ളവർ പോലും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അത് ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പിന്നെ ഈ മണിച്ചേട്ടനോടുള്ളൊരു സ്നേഹവും റെസ്പെക്റ്റൊക്കെ ആയിരിക്കും. അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭാഗ്യമായിട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യം. ഞാൻ പണിയെടുക്കാതെ കിട്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ അതേപോലെ ആവണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. മണിച്ചേട്ടൻ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടനൊക്കെ നമ്മളുടെ ആദ്യം പറഞ്ഞല്ലോ ഗുരുസ്ഥാനത്ത് കാണുന്ന നടന്മാർ തന്നെയാണ്. പക്ഷേ ഞാൻ അടുത്ത കലാഭവൻ മണി ആവണം എന്നുള്ളൊരു അല്ല ആസൂത്രണമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. എൻ്റെ അഭിനയത്തിലാണെങ്കിൽ പോലും എനിക്ക് എൻ്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ആളുകൾ അങ്ങനെ അതിനെ ചേർത്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അവർ പറയുന്നത്. പക്ഷെ ഹാപ്പിയാണ്. നല്ലൊരു കലാകാരനാണ്. അതെ, മണിച്ചേട്ടൻ നല്ലൊരു കലാകാരനാണ്. ഇപ്പൊ ഇതിന് മണിച്ചേട്ടനെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോ പറയാം, അപ്പൊ ഒരു നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പാട്ട് ഞങ്ങൾക്ക് നല്ല ഇന്റർവ്യൂവിന് കുറെ നാൾ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയത് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഒന്നാമത് ടയേർഡാണ്, പിന്നെ ശബ്ദം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് ചെയ്യാൻ അത് കുഴപ്പമില്ല. ചേട്ടാ, സിനിമ എന്ന് പറയുന്നത് ഒരു മായാലോകമാണെന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? സാധാരണ ലോകത്തെ സംബന്ധിച്ചാലേ സാധാരണ ജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ അത് വേറൊരു ഡിഫറെൻറ്റ് ഏരിയ ആണല്ലോ. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു എന്താ പറയുക, ഇതുവരെ കണ്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാം, ചിലപ്പോൾ ഒരാളുടെ എന്താ പറയുക മുകളിലുള്ള താഴെയാക്കാൻ, താഴെയുള്ള മുകളിൽ കയറ്റാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. ശരിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്നെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ചയാണല്ലോ ഞാൻ ഇങ്ങനെ ആയത്. ഏതൊരു കലാകാരൻ്റെയും അങ്ങനെ തന്നെയാണ്. അതിൽ മായാജാലമായിട്ട് തോന്നും നമുക്ക്. ആ മായയിൽ വീഴാതെ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നിന്നാൽ കുറേ നാളെ നിൽക്കാൻ പറ്റും. മായയിൽ വീഴാതിരിക്കുക. അതെ, അത് കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ഇതെന്നും ഉണ്ടാവും എന്നുള്ളൊരു വിചാരമൊന്നും വേണ്ട. പണിയെടുത്താൽ ജീവിക്കുക, പണിയെടുത്താൽ ഉണ്ടാവും, നിൽക്കും. അല്ലാതെ നമുക്ക് സിനിമയ്ക്ക് വേണ്ട ഒരു കാലമുണ്ട്. സിനിമയ്ക്ക് വേണ്ടപ്പോഴേ നമ്മളെ സിനിമ എടുക്കുള്ളൂ. നമുക്ക് വേണ്ടപ്പോൾ സിനിമ വരില്ല. എനിക്കിപ്പോൾ ഇനി ഒരു കൊല്ലത്തേക്ക് ഞാൻ പടം ചെയ്യണല്ലോ, അടുത്ത കൊല്ലം പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല. ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ അഡ്രസ്സ് കംപ്ലീറ്റ്. അതറിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സംഘം വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ള ആ ലെവലിലേക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അല്ലാതെ ഒരു സത്യസന്ധമായ സ്നേഹം എന്നോട് മലയാളികൾക്കുണ്ട്. ഒരു മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നോട് അവരുടെ ഒരാളെന്നുള്ള നിലയിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വസ്ത്രങ്ങൾ വാങ്ങുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർവ്യൂസ് വിളിക്കുമ്പോൾ പോയി നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത് അതൊരു സെൽഫ് മാർക്കറ്റ് പരിപാടിയല്ല. എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വാച്ച് ചെയ്യുന്നത്. അപ്പം
അവരുടെ ഇടയിൽ നമ്മൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിങ്ങൾ വിളിക്കുമ്പോൾ വന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം തരാം. അല്ല തീർച്ചയായും, കാരണം വെച്ചാൽ വേണമെന്ന് വെച്ചാൽ നോ പറയാനായിട്ടുള്ള എല്ലാ റൈറ്റ്സുകളും ഉണ്ട്. പക്ഷെ അവരുടെ വിശേഷങ്ങൾ പറയാനല്ല, അവരുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് അവരുടെ മനസ്സാണ്. കാരണം ചേട്ടനെ കൊണ്ട് നല്ലൊരു കലാകാരൻ ഇത്രയും സിനിമകൾ ചെയ്തു, ഇത്രയും മലയാളികൾ, മണികണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത മലയാളികളില്ല. ഞാൻ നല്ല നടനാണെന്ന് കമ്മട്ടിപ്പാടം സിനിമ കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം മനസ്സിലാക്കിയത്. പക്ഷെ ഞാനൊരു നല്ല മനുഷ്യനും കൂടിയാണെന്ന് ഈ ജനങ്ങളെ അറിയിച്ചത് മീഡിയയാണ്, നിങ്ങളെപ്പോലുള്ള അവതാരകരാണ്. നമ്മള് സത്യമായിട്ട്, കാരണം ചേട്ടൻ ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവർ അറിയണം, കാരണം ഇങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് ഇന്റർവ്യൂ വിളിച്ചാലും മാക്സിമം പോവാതിരിക്കാറില്ല, പോവും. പിന്നെ അത് ഒരുപാടാവുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 1-2 കൊല്ലമായി കൊടുത്തിട്ട്. കാരണം കൃത്യമായ എന്തെങ്കിലും കാരണം വേണ്ട. എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും ഒരു പണി ഇറങ്ങട്ടെ, എൻ്റെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ വരട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പുതിയ വിശേഷം ഉണ്ടെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അപ്പം ചേട്ടാ ഇപ്പോൾ അഞ്ചക്കളക്കൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ റെസ്പോൺസിബിൾ വന്നിരിക്കുന്നു. ഇനി പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അഞ്ചക്കളക്കൊക്കെ ടെക്നിക്കൽ സൈഡിൽ കുറച്ച് പേരുടെ പേര് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ, അരുൺ മോഹൻ ക്യാമറ, അതുപോലെ എഡിറ്റിംഗ്, പിന്നെ മേക്കപ്പ്, ഈ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്, അതേപോലെ ആർട്ട്, ഇതൊക്കെ ടെക്നീഷ്യൻസിൻ്റെ ആറാട്ടാണ് അഞ്ചക്കള്ളക്കൊക്കാൻ എന്ന് പറയുന്ന സിനിമ. ഡയറക്ടർ ഉല്ലാസ് തുടങ്ങി അതിൻ്റെ റൈറ്റേഴ്സ്, അതേപോലെ തന്നെ ഇത്രയും നല്ല സിനിമ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ നട്ടലെന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷനാണ്. ചെമ്പോസ്കി പ്രൊഡക്ഷൻ, ചെമ്പൻചേട്ടൻ്റെ ബ്രില്യൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെയാണ്. അതായത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ കോംപ്രമൈസ് ചെയ്യാതെ ആ സംവിധായകൻ ആ കഥ ആവശ്യപ്പെടുന്ന എല്ലാം കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കൃത്യം രീതിയിൽ അത് പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത്, അത് എന്ത് പ്രൊമോഷനാണോ ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ടത് അത് കൊടുത്ത് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം, എല്ലാവരോടും അതിന് നന്ദി പറയുന്നു. സിനിമ കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, എന്നാലേ അതിൻ്റെ 100% ആ സിനിമ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററുകളിൽ പോയി സിനിമ കാണണം. അടുത്ത പ്രോജക്റ്റ് നമ്മൾ ചോദിച്ച ആൻ്റണി പെപ്പെ നായകനായിട്ടുള്ള കൊണ്ടൽ എന്ന് പറയുന്നൊരു സിനിമ, അത് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി അടിയിടിയുണ്ട്. പക്ഷേ അടിയിടി മാത്രമല്ല, ഇത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കടൽ സംബന്ധപ്പെട്ട ഒരു കഥയാണ്. കടലിലൊക്കെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കുറച്ചധികം കടലിൽ തന്നെയാണ്. അതിനകത്തൊരു നല്ല കഥാപാത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ തമിഴിൽ ശശികുമാർ, ഡയറക്ടർ ശശികുമാർ, അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പടം. അങ്ങനെ 1-2 സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട്. എന്ന് പറയുന്ന ഗിരീഷ് PC പാലം റൈറ്ററാണ് അദ്ദേഹം. നാടകം, ചെറുകഥ, നോവലൊക്കെ എഴുതുന്ന ആളാണ്, സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥയായിട്ടുള്ള മഴ എന്ന് പറയുന്ന കഥ സിനിമയാക്കിയിട്ടുണ്ട്, എന്ന പേരിൽ. അത് ഞാനും നന്ദുവാണ് കൂടെ അഭിനയിച്ചിട്ടുള്ളത്. അത് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ്. അതൊരു ഫെസ്റ്റിവലിലൊക്കെ അയച്ചിട്ട് OTTയിലും തിയേറ്ററിലൊക്കെ ശ്രമിക്കാനിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് പ്രതീക്ഷയുള്ള ക്യാരക്ടറുണ്ട്. ഈ നായക കഥ അല്ലെങ്കിൽ കഥ നയിക്കുന്ന ഒരു നായകൻ ലീഡ് റോൾ വരുന്ന ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതേപോലത്തെ ഇതിന് സിനിമകൾ വരുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിന് നമ്മൾ ആദ്യം ഇത് വന്നല്ലോ, ഈ ക്വസ്റ്റ്യൻ വന്ന അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. അതായത് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആഗ്രഹം. അല്ല, അത് എന്ത് വന്നാലും അത് ചെയ്യുക. ഇന്ന പോയിന്റായിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ പറഞ്ഞ ആഗ്രഹങ്ങളല്ല ഇന്ന് സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഉണ്ടാവുമ്പോൾ അവർക്കൊരു ആഗ്രഹം തോന്നുമല്ലോ. ഉല്ലാസിനുണ്ടായ ഒരു ആഗ്രഹമാണ് ആ ബാലൻ ചേട്ടനെ പോലത്തെ ഒരു എൻട്രി മണികണ്ഠൻ ചേട്ടന് കൊടുക്കണം, അതേപോലത്തെ ഒരു ക്യാരക്ടർ കൊടുക്കണമെന്ന് ഉല്ലാസ് എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഉണ്ടായ ആഗ്രഹം. അപ്പം ആഗ്രഹിക്കേണ്ടത് ഞാനല്ല, പ്രേക്ഷകനും പ്രൊഡ്യൂസേഴ്സും സംവിധായകരുമാണ്. അവരാഗ്രഹിച്ചാൽ അത് നടക്കും. പ്രേക്ഷകരായ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹം അവരിലേക്ക് എത്തും. ഇങ്ങനെ അല തല്ലുന്ന പോലെ ഇങ്ങനെ തല്ലി അത് അവരിലേക്ക് എത്തും. അപ്പോൾ അവരത് ആലോചിക്കും, ഓക്കെ നമുക്ക് മണികണ്ഠനെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്തു വെക്കാം. അപ്പോൾ അത് വരും. അല്ലാതെ ഞാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ടൊന്നും സംഭവിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം
നിങ്ങളുടെ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടാവുക. നിങ്ങൾ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ ലോങ് ലൈഫ്, എൻ്റെ മരണം വരെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങളെന്നെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എക്സ്ട്രീം അത് തന്നെയാണ് സിനിമയിലെപ്പോഴും ഉണ്ടാവുക. അഭിനയം എന്ന കലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇനിയും പഠിക്കാനും ഒരുപാട് ദൂരം സഞ്ചരിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും എല്ലാം സാധിക്കും. മലയാളികളായ ഞങ്ങളെല്ലാം മണികണ്ഠൻ ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടൻ ലീഡ് റോളിൽ സിനിമകൾ വരിക, ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുക, ഇന്ന് ഓർക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിക്കുക. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. 2024 ഒരുപാട് ഓർക്കാൻ പറ്റുന്ന സിനിമകൾ ചേട്ടൻ സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഞാൻ നിങ്ങളോട് മാത്രമല്ല എല്ലാ മീഡിയ സഹോദരന്മാരോടും, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതൊരിക്കലും വന്നിരിക്കുന്ന സെലിബ്രിറ്റി പറയുന്ന അനുസരിച്ച് പോകാൻ പറ്റില്ല. ഇത് സെലിബ്രിറ്റി ആയിട്ട് എടുക്കരുത്, സഹോദരനായിട്ട് നിങ്ങൾ. ഞാൻ ഈ മീഡിയ മാത്രമല്ല പറയുന്നത്, എല്ലാ മീഡിയകൾക്കും തമ്പുലയും സൂക്ഷിച്ചിടണേ സഹോദര. കാരണം ചിലവർ വായിച്ചിട്ട് മാത്രം നമ്മളെ വിളിച്ച് ചീത്ത പറയുന്നവരുണ്ട്, ഇത് കാണില്ല മുഴുവനും, എന്നിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ക്യാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വിടും. പക്ഷെ അത് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ റിക്വസ്റ്റാണ്, ഒരിക്കലും അത് എനിക്ക് ഇടപെടാവുന്ന ഒരു ഏരിയ അല്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഇറക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്ന് പറയാൻ നിങ്ങൾക്ക് 100% അവകാശമുണ്ട്. ഈ പോഷൻ കട്ട് ചെയ്ത് കളയരുത്. അല്ല, ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല കേരളത്തിലെ എല്ലാ മീഡിയാസിനോടും പറയാണ്, നോവിക്കാത്ത രീതിയിൽ നമുക്ക് ചീത്ത വിളി കേൾക്കാതെ. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം ചാടി അല്ലെങ്കിൽ ഞാനൊരു ആറ്റിറ്റ്യൂഡ് ഇറക്കിയെങ്കിൽ അത് കട്ട് ചെയ്ത് തന്നെ നിങ്ങൾ രക്ഷിക്കേണ്ട കാര്യമില്ല. ഞാനത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അനുഭവിച്ചോട്ടെ. പക്ഷേ അത് ബാധ്യസ്ഥനല്ലാത്ത ആളെയും അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ഇടരുത്. എന്താ പറയുക, എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ മമ്മൂട്ടി സാറിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വള്ളക്കാരനായിട്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഉണ്ടായിരുന്ന ഒരു തീയുണ്ട്. അത് ഒരു തരി പോലും അണയാതെ ഊതി 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 അദ്ദേഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം ഞാൻ പറഞ്ഞു. അവരതിൽ കമ്പിട്ടത് വള്ളക്കാരനായിട്ട് വന്ന മമ്മൂക്കയുടെ തീ ഇന്നും അടഞ്ഞിട്ടില്ല, ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നു മണികണ്ഠൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ക്യാപ്ഷൻ വന്നു. അതിൻ്റെ പുറകെ താഴെ വന്നത് മമ്മൂക്കയെ കുറിച്ച് അഭിപ്രായം പറയാൻ നീ ആരാടാ ചോദിച്ചിട്ട് നീ നിൻ്റെ പണി നോക്കിയാൽ മതി. തീർച്ചയായും അവരൊക്കെ ലെജൻസാണ്. അവരെ കുറിച്ച് അവർക്കൊന്നും നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉള്ള അങ്ങനത്തെ ഒരു മറുപടിയേ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ റിക്വസ്റ്റാണ് കേരളത്തിലെ എല്ലാ ഓൺലൈൻ മീഡിയ പ്രവർത്തകരോടും ഉള്ള ഒരു നിങ്ങളുടെ അനിയൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഒരു അപേക്ഷയാണ്. തമ്പുലൈൻ വേദനിപ്പിക്കാതെ ജീവിതം കൂടിയാണ്. ഒന്നാമത് 8 വർഷം കൂടിയിട്ട് കിട്ടിയിട്ടുള്ളൊരു ഹിറ്റാണ് ഈ സിനിമ. ഇനിയും ആളുകളിലേക്ക് എത്താനുണ്ട്. അപ്പോൾ അത് വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമയും കൂടി ബാധിക്കും. ഞാൻ ഒരാൾ കാരണം അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മണികണ്ഠൻ. അപ്പോൾ തീർച്ചയായും മണികണ്ഠൻ ചേട്ടൻ പറയുന്ന പോലെ തന്നെ എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. താങ്ക് യു. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത നേരം കാണുന്നവരെ സെൽഫി സൈനിങ്.